Hi everyone, welcome back to myclass.com. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് ആണ്. നമ്മൾ മെത്തേഡ് ഓവർ റൈഡിങ് നോക്കി അല്ലേ. മെത്തേഡ് ഓവർ റൈഡിങ്ങിന് ശേഷം വരുന്ന ഇൻഹെറിറ്റൻസിൽ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച്. ആക്ച്വലി വാട്ട് ഇസ് മെത്തേഡ് ഓവർ റൈഡിങ്? നമ്മൾ മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത് എന്തിനാണ്? That means നമ്മളുടെ if sub class ഒരു ചൈൽഡ് ക്ലാസ് ഉണ്ട്, ചൈൽഡ് ക്ലാസ് ഹാസ് ദ സെയിം മെത്തേഡ് ആസ് ഡിക്ലെയർ ഇൻ ദ പാരന്റ് ക്ലാസ് അല്ലെ, അപ്പോഴാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? ഓവർ റൈഡിങ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ സബ് ക്ലാസ്സിലും പാരന്റ് ക്ലാസ്സിലും ഒരേ പേരിലുള്ള മെത്തേഡ് ഉണ്ടായിരിക്കാം. ഇപ്പൊ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇഫ് എ സബ് ക്ലാസ് പ്രൊവൈഡ്സ് ദ സ്പെസിഫിക് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ മെത്തേഡ് ദാറ്റ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ബൈ വൺ ഓഫ് ഇറ്റ്സ് പാരന്റ് ക്ലാസ്. നമ്മൾ പാരന്റ് ക്ലാസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു പേരിലുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അപ്പൊ അതിന്റെ ഇംപ്ലിമെന്റേഷൻ, അപ്പൊ അതിൽ അങ്ങനെയുള്ള ആ സെയിം മെത്തേഡിന്റെ ഇംപ്ലിമെന്റേഷൻ വേറെ വേറെ രീതിയിൽ ചൈൽഡ് ക്ലാസ്സിൽ നമ്മൾ കൊടുക്കാൻ പറ്റും നമുക്ക്. അങ്ങനെ കൊടുക്കുന്ന ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പോളിമോർഫിസം ബേസ്ഡ് ഉള്ള കാര്യമാണ് അല്ലെ. നമ്മളൊരു പേര് വെച്ചിട്ടൊരു കാര്യം ഡിക്ലെയർ ചെയ്തു, അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഡിഫറെന്റ് രീതിയിൽ നമുക്ക് ചൈൽഡ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കോൾമി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് അതിന്റെ പാരന്റ് ക്ലാസ്സിൽ. അപ്പൊ അത് ആ പേര് തന്നെയുള്ള, അപ്പൊ അതിന്റെ ഒരു ഡിക്ലറേഷൻ നമ്മുടെ ബേസ് ക്ലാസ് നടന്നാലും അതിന്റെ ഇംപ്ലിമെന്റേഷൻ പല രീതിയിലും നമുക്ക് മാറ്റി മാറ്റി സബ് ക്ലാസ്സസിൽ വിളിക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയാം അല്ലെ. മെത്തേഡ് ഓവർ റൈഡിങ്ങിൽ നമ്മളുടെ ഒരേ പേരിലുള്ള മെത്തേഡുകൾ എന്തുണ്ടായിരിക്കും? പാരന്റ് ക്ലാസ്സിൽ ഉണ്ടായിരിക്കും, സബ് ക്ലാസ്സസിൽ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മളുടെ ആ ഒരു കൺസെപ്റ്റിന്റെ ബേസിൽ വരുന്ന അടുത്ത ഒരു മെയിൻ സംഭവമാണ് ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച്. ഓക്കെ, ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് എന്താന്ന് നോക്കാം നമുക്കിനി. ഇപ്പൊ ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ മെത്തേഡ് ഓവർലോഡിങ് ഫോംസിന്റെ ശേഷം വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് എന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് ഈസ് ദ മെക്കാനിസം ബൈ വിച്ച് എ കോൾ ടു ആൻ ഓവർറിഡൻ മെത്തേഡ് ഇസ് റിസോൾവ്ഡ് അറ്റ് റൺ ടൈം. നമ്മളിപ്പോ ഈ ഒരേ പേരിൽ വിളിക്കുമ്പോൾ നമ്മൾ നേരത്തെ ഓവർ റൈഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സബ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് വിളിക്കുമ്പോൾ സബ് ക്ലാസിന്റെ ഉള്ളിൽ എഴുതിയ ആ ഓവർ റിഡൻ മെത്തേഡാണ് നമുക്ക് കോൾ ചെയ്യാൻ പറ്റുക. ഇനിയിപ്പോ സൂപ്പർ ക്ലാസിന്റെ വിളിക്കണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ സൂപ്പർ കീവേഡ് യൂസ് ചെയ്യണം. നമുക്കൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്താൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാനത് ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അതിന്റെ കൂടെ നമ്മൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബേസ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോർമലി ബേസ് ക്ലാസിന്റെ ഫംഗ്ഷനെ അല്ലെങ്കിൽ മെത്തേഡിനെ വിളിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമ്മളുടെ ആ ഒബ്ജക്ട് ക്രിയേഷനും കോളിംഗിന്റെ ബേസിലായിരിക്കും എന്ത് നമുക്ക് ഏത് മെത്തേഡിനെയാണ് വിളിക്കേണ്ടതെന്ന് തീരുമാനിക്കുക അല്ലെ. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അതിൽ നിന്നൊന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച്. അപ്പോൾ ആ ഒരു ഓവർ റിഡൻ മെത്തേഡിനെ കോൾ ചെയ്യുന്നത് റൺ ടൈമിൽ റിസോൾവ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് റൺ ടൈമിലാണ് ഏത് ഓവർ റിഡൻ മെത്തേഡിനെ കോൾ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. കമ്പൽ ടൈമിനേക്കാളും റൺ ടൈമിലാണ് അത് ഉറപ്പിക്കുന്നത് ഏത് മെത്തേഡിനെയാണ് വിളിക്കേണ്ടത്. Dynamic method dispatch is important because this is how Java implements runtime polymorphism. അപ്പൊ നമുക്ക് runtime polymorphism കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എഴുതേണ്ട ഒരു കാര്യം എന്താണ്? ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് ആണ്. ഓക്കെ, അപ്പൊ ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ a call to an overridden method is resolved at runtime rather than compile time. അതാണ് ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ചിന്റെ കൺസെപ്റ്റ്. അപ്പോ അതിന്റെ ഡീറ്റെയിലോട്ട് പോവാം നമുക്ക്. ഇപ്പോൾ ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താ പറയാ, റൺ ടൈമിലാണ് നമ്മുടെ ആ കോള് ഓവർറിഡൻ മെത്തേഡിന്റെ കോള് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് വേറൊരു കൺസെപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. എ സൂപ്പർ ക്ലാസ് റെഫറൻസ് വേരിയബിൾ ക്യാൻ റെഫർ ടു എ സബ് ക്ലാസ് ഒബ്ജക്റ്റ്. നമുക്ക് ഒരു സൂപ്പർ ക്ലാസിന്റെ ഒരു വാരിയബിൾ, ഒരു ഒബ്ജക്റ്റ് ഒരു വാരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് അതിനെ സബ് ക്ലാസ്സിലേക്ക് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. ആ ഒരു സംഭവമാണ് ഈ ഒരു ഓവർറിഡൻ മെത്തേഡിനെ റൺ ടൈമിൽ കോൾ ചെയ്യാനുള്ള, റൺ ടൈമിൽ ഏത് മെത്തേഡ് വേണം എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ
മെത്തേഡിനെ ഏത് മെത്തേഡിനെയാണ് എന്നുള്ളത് ഈ റെഫറൻസ് വേരിയബിൾ നമുക്ക് ഡിസൈഡ് ചെയ്ത് തരും. അപ്പൊ നമുക്ക് അതിനെ ഒന്ന് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ക്ലാസ് എ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ കോൾ മീ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മെത്തേഡ്, ദിസ് ഇസ് അവർ വെരി ബേസ് ക്ലാസ്. ഓക്കെ, അതിൽ ഇൻസൈഡ് എസ് കോൾ മീ മെത്തേഡ്, ഇതിപ്പോ നമ്മൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, എക്സിക്യൂഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകിച്ച് ഒന്നുമില്ല, അതിലൊരു പ്രിന്റിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. ഇൻസൈഡ് എസ് കോൾ മീ മെത്തേഡ്. ഓക്കെ, ഇനി നമ്മൾ ആ ക്ലാസ് ക്ലോസ് ചെയ്തു കഴിഞ്ഞു കേട്ടോ. ഇനി ക്ലാസ് ബി എക്സ്റ്റെൻസ് എ. അപ്പൊ ക്ലാസ് ബി ഈസ് എ ചൈൽഡ് ക്ലാസ് ഓഫ് ദ ക്ലാസ് എ. ഓക്കെ, അവിടെയും നമ്മൾ എന്ത് ചെയ്തു, ഈ കോൾമിക്ക് വേറൊരു ഇംപ്ലിമെന്റേഷൻ കൊടുത്തു. ആ ഇംപ്ലിമെന്റേഷൻ എന്താണ്, നമ്മൾ ഇൻസൈഡ് ബീസ് കോൾമി മെത്തേഡ് എന്നുള്ള ജസ്റ്റ് പ്രിന്റ് ചെയ്തു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആ ക്ലാസ് അവിടെ നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി ക്ലാസ് സി, ക്ലാസ് സിയില് നമ്മൾ എന്താ ചെയ്തത്, ക്ലാസ് സിന് നമ്മൾ ക്ലാസ് സി ഈസ് ദ അനദർ ചൈൽഡ് ഫോർ ക്ലാസ് എ. അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ കോൾമിക്ക് വേറൊരു ഇംപ്ലിമെന്റേഷൻ കൊടുത്തു. വേറൊരു കോഡാണ് നമ്മൾ ഇവിടെ എഴുതി. ഇൻസൈഡ് സീസ് കോൾമി മെത്തേഡ് എന്ന് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രിന്റിംഗ് കൊടുത്തു. ഓക്കെ, അവിടെയും ക്ലോസ് ചെയ്തു. അപ്പൊ നമ്മുടെ ഹൈറാർക്കി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ആരൊക്കെയുണ്ട്, എക്ക് 2 ചൈൽഡ് ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ മെയിൻ ക്ലാസ്സിലേക്ക് പോകും. അപ്പൊ ഡിസ്പാച്ച് എന്നുള്ള ഒരു ക്ലാസ് നമ്മൾ ചെയ്തു. അതിൽ വോയിഡ് മെയിൻ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതിൽ എന്തൊക്കെയാ നമ്മൾ എഴുതിയിരിക്കണേ, നമുക്ക് അപ്പൊ ആക്ച്വലി നമുക്ക് എത്ര ക്ലാസ് ഉണ്ട്, 3 ക്ലാസ് ഉണ്ട്. 3ന് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എ ന്യൂ എ ക്രിയേറ്റ് ചെയ്തു, ബി ന്യൂ ബി ക്രിയേറ്റ് ചെയ്തു, സി ന്യൂ സി ക്രിയേറ്റ് ചെയ്തു സ്മോൾ ലെറ്റേഴ്സിൽ. ഇനിയാണ് നമ്മുടെ ആ റെഫറൻസിങ്ങിന്റെ സംഭവം ഇവിടെ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് ക്ലാസ്, നമ്മുടെ പാരന്റ് ആണ്. ഈ 2 ബിയുടെയും സിയുടെയും പാരന്റ് ആണ് എ. എക്ക് ഒരു റെഫറൻസ് വാരിയബിൾ, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിൽ എയുടെ ഒരു റെഫറൻസ് വാരിയബിൾ പോലെ നമ്മൾ അവിടെ ആർ എന്ന് പറഞ്ഞ ഒരു ന്യൂ വരുമ്പോഴാണ് ഒബ്ജക്റ്റ് ക്രിയേഷൻ വരുന്നത്. ന്യൂ ഓപ്പറേറ്റർ വരുമ്പോഴാണ് ഒബ്ജക്റ്റ് ക്രിയേഷൻ വരുന്നത്. അതിവിടെ വന്നിട്ടില്ല. എ ആർ എന്ന് പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ആറിനെ ഓരോരോ സമയത്ത് ഓരോരോ ഒബ്ജക്റ്റിലേക്ക് റെഫർ ചെയ്ത് കൊടുത്തു. ആർ റെഫേഴ്സ് ടു എ ഒബ്ജക്റ്റ്, എയുടെ ഒബ്ജക്റ്റിന് ഒരു സമയത്ത് കൊടുത്തു, ബിയുടെ ഒബ്ജക്റ്റിന് റെഫർ ചെയ്ത് കൊടുത്തു, സിയുടെ ഒബ്ജക്റ്റിന് റെഫർ ചെയ്ത് കൊടുത്തു. എങ്ങനെ, എന്നിട്ട് ആർ ഡോട്ട് കോൾമി എന്ന് വിളിച്ചു. ബേസ് ക്ലാസിന്റെ പേരിലുള്ള രീതിയിൽ ആർ ഡോട്ട് കോൾമി എന്ന് വിളിച്ചു. അപ്പൊ നമ്മൾ റൺ ടൈമിൽ ഇതിങ്ങനെ റൺ ചെയ്ത് വരുമ്പം ഇവിടെ ഡിക്ലറേഷൻ കഴിഞ്ഞു. ഇവിടെ എയുടെ ഒബ്ജക്റ്റ് അഥവാ എ എന്നുള്ള ഒബ്ജക്റ്റ് ആണ് ഇപ്പൊ ആറ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എയുടെ കോൾമി ആർ വിളിക്കും. ഇവിടെ എത്തുമ്പോൾ ആർ ഈക്വൽ ടു ബി നമ്മൾ കൊടുത്തു. അപ്പൊ ആർ ഇപ്പോ ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ബിനെയാണ്. അപ്പൊ ആർ ഡോട്ട് കോൾമി എന്ന് വിളിക്കും. അപ്പം ബിയുടെ കോൾമി വിളിക്കും. ഇവിടെ സീനെയാണ് ഇപ്പൊ റെപ്രസെന്റ് ചെയ്യുന്നത്. ആർ ഈക്വൽ ടു സി എന്ന് കൊടുക്കുമ്പോൾ സി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സി എന്ന് പറഞ്ഞ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ്, സ്മോൾ സി. അപ്പൊ അത് ഇപ്പൊ നമ്മുടെ ആർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ബേസ് ക്ലാസ് ആണ്, എങ്കിലും ആറ് ഇപ്പോ റെപ്രസെന്റ് ചെയ്യുന്നത് സി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനെ, സി എന്ന് പറഞ്ഞ ക്ലാസിന്റെ ഒബ്ജക്റ്റിനെയാണ്. അപ്പൊ എന്നിട്ട് നമ്മൾ ആർ ഡോട്ട് കോൾമി എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സിയുടെ ആ കോൾമി എന്ന് പറഞ്ഞ സി എന്ന് പറഞ്ഞ ക്ലാസിന്റെ കോൾമി എന്ന് പറഞ്ഞിരിക്കുന്ന ആ മെത്തേഡാണ് വിളിക്കുക. അപ്പൊ റൺ ടൈമിൽ ആ റെഫറൻസ് വാരിയബിൾ വെച്ചിട്ട് ഏത് കോൾമിയുടെ ഇംപ്ലിമെന്റേഷൻ അപ്പോ വർക്ക് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യും ജാവ റൺ ടൈം സിസ്റ്റം. അതിനെയാണ് നമ്മൾ ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് എന്ന് പറയുക. ആ ഒരു കൺസെപ്റ്റിനെയാണ്, അതിന്റെ കൂടെ ആ റെഫറൻസ് വാരിയബിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ റൺ ടൈമിൽ ആ ഒരു ഡിഫറെന്റ് ഫോംസ് കോൾമി എടുക്കുന്നത് കാരണമാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്, റൺ ടൈം പോളിമോർഫിസം ആണ് ആക്ച്വലി ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദ ടൈപ്പ്, നമ്മൾ റെഫറൻസ് വാരിയബിൾ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് ദ ഒബ്ജക്ട് ബീങ് റെഫേർഡ് ടു, നോട്ട് ടു ദ ടൈപ്പ് ഓഫ് ദ റെഫറൻസ് വാരിയബിൾ. നമ്മൾ റെഫറൻസ് വാരിയബിളിന്റെ ടൈപ്പ് ആവണമെന്നില്ല. നമ്മൾ ആക്ച്വലി ആർ എന്ന് പറയുന്നത് എയുടെ റെഫറൻസ് വേരിയബിൾ ആണ്. എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ ക്ലാസ്സിന്റെ റെഫറൻസ് വേരിയബിൾ ആണ്. പക്ഷെ പിന്നെ നമ്മൾ എയും കൊടുക്കുന്നുണ്ട്, ബിനെയും സിനെയും ഒക്കെ അതിലേക്ക് റെഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രശ്നമില്ല, ഡിഫറെന്റ് ടൈപ്പ് ആയാലും ഒരു കുഴപ്പമില്ല. That determines which version of an overridden method will be executed. ആ ഒരു റെഫറൻസിങ് ആണ് അവിടെ. ആർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞിരിക്കുന്ന ലൈൻ ആണ് അടുത്ത് ഡിസൈഡ് ചെയ്യുന്നത് കോൾമി എന്ന് പറയുന്ന ഏത് ക്ലാസിന്റെ കോൾമീനെ ഞാൻ വിളിക്കണം. അപ്പൊ ഈ ലൈൻ ഡിസൈഡ് ചെയ്യും
എ ക്ലാസിന്റെ ക്യാപിറ്റൽ എ ക്ലാസിന്റെ വിളിക്കണം. ഈ ലൈൻ ഡിറ്റർമിൻ ചെയ്യും ബിയുടെ വിളിക്കണം. ഈ ലൈൻ ഡിറ്റർമിൻ ചെയ്യും സിന്റെ വിളിക്കണം. ഓക്കെ. If a superclass contains a method that is overridden by a subclass, then when different types of objects are referred to through a superclass reference variable, different version of the method are executed. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് വേർഷൻ ആയിട്ട് നമ്മൾ ഇങ്ങനെ അതിനെ റെഫർ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ റെഫറൻസിങ്ങിനനുസരിച്ച് ഡിഫറെന്റ് ഓവർറിഡൻ മെത്തേഡ്സിനെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, dispatch.java. Okay, java c dispatch.java. Okay, no error. Java dispatch. ചില പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിപ്പോൾ ആദ്യം വിളിച്ചിരിക്കുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യം വിളിച്ചിരിക്കുന്നത് ഏറ്റവും ബേസ് ക്ലാസ് ആയ എയുടെ ആണ്. അപ്പൊ ഇൻസൈഡ് എസ് കോൾ മീ മെത്തേഡ് എന്ന് പ്രിന്റ് ചെയ്യും. പിന്നെ നമ്മൾ ബീനെ റെഫറൻസ് ചെയ്തിട്ട് ബിയുടെ വിളിച്ചു. അപ്പൊ ഇൻസൈഡ് ബീസ് ക്ലാസ് മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഇത് പ്രിന്റ് ചെയ്യും. പിന്നെ സീനെ നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട് ഇവിടെ. അതിനുശേഷം സിയുടെ ആ കോൾ മീ മെത്തേഡാണ് അവിടെ വർക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കോൾ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ആക്ച്വലി dynamic method dispatch and also runtime polymorphism. Okay, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.